പിന്നെ കിച്ചുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് കിച്ചുവിനെ അന്നേരം ആര് കാണുന്നു അവരാണ് കാര്യം. നമ്മൾ എത്ര സ്നേഹിച്ച് കൊണ്ടു കിടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബ്രോ വന്ന് പുള്ളിക്കാരനെ കൊണ്ടുവന്ന ഒരു ചിക്കൻസിൽ കൊണ്ട് ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് കൊണ്ടു കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളാരും കാര്യമില്ല. ആയിട്ടൊരു പാട്ട് പാടി ചേച്ചി ഇപ്പോൾ ഹെൽത്ത് ഓക്കെ അല്ലല്ലോ, അപ്പോൾ ഇത് പാട്ട് കേട്ട് നീ സങ്കടമാവുമല്ലോ, സങ്കട പാട്ടല്ലേ വേണ്ടത്, അതെൻ്റെ ഫേവറേറ്റ് സോങ് ആണ്, നീ തന്നെ പാടിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി പാടുകയാണ്. ചേച്ചി കൊളാബ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറ്റുമെങ്കിൽ കൊളാബ് ചെയ്യാൻ. അപ്പോൾ ചേച്ചി കൊളാബ് ചെയ്യാണ്. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ, ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു. അത് സാഡ് സോങ് ആണ്, വേറെ പാടാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ആ പാട്ട് തന്നെ മതി. പാടിയാൽ മാത്രം പോരാ മോൻ, എനിക്കത് കൊളാബ് പിടിക്കണം. One time she said me, കരിഷ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു, എന്ത് സാത്താൻ സേവ സംതിങ് ഷീ ഡസ്. അത് അവിടെ നിന്നും പോയി. ഒരാളിവിടെ ബിഷപ്പ്, ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ, ഇവിടെ ഒരാൾ സുധിയുടെ ആത്മാവ് വന്നെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, മറ്റൊരാൾ അവിടെ ബ്ലാക്ക് മാജിക്, ചാത്തൻ സേവ. ഇത് ഏത് യൂണിവേഴ്സ് ഇതെന്തോ? നമ്മുടെ ഭൂമിയിലാണ് ജീവിക്കുന്നത്. കരിഷ്മയാണ് വായ പൂട്ടിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും തീർക്കും. എല്ലാത്തിനും തീർക്കും എന്നൊക്കെ പറയുന്നു, അതെന്നെ അങ്ങനെ ഒരു ടോക്ക്? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊക്കെ റൂഹി ജാനെ അറിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. ഈ റൂഹി ജാൻ എന്ന് പറയുന്ന പുള്ളിക്കാരി മറ്റേ റിഫ കൊലക്കേസിൽ റിഫയുടെ ആത്മാവ് അവരോട് വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെ എവിഡൻസുകളും വളരെ അവർക്ക് പറയാനുള്ള കാര്യങ്ങളും ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞ് വളരെയധികം കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ റൂഹി ജാൻ. ഈ റൂഹി ജാൻ ഇപ്പം എന്നെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണുവിൻ്റെ വിഷയത്തിൽ കൊല്ലം സുധിയുടെ ആത്മാവ് ഹാപ്പി അല്ല, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, പുള്ളിക്കാരെ ഹാപ്പിയാകാൻ യാതൊരു വഴിയുമില്ല, ഹാപ്പിയല്ല എന്ന് പറഞ്ഞിട്ട് കിച്ചുവിൻ്റെ കൂടെ വേണം നിങ്ങൾ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വോയിസുമായിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ വിഷയങ്ങളും അതോടൊപ്പം തന്നെ കിച്ചുവിൻ്റെ സ്വഭാവം അഴുക്ക ചെറുക്കനവൻ എന്ന് പലരും പറയുന്ന സാധനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ കൊല്ലം സുധിയുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാവ് ഹാപ്പി അല്ല എന്ന് റൂഹി ജാൻ പറഞ്ഞ സാധനം നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സുധി is not happy. സുധി രേണു ചെയ്ത പ്രവർത്തികളിലും ഒട്ടും ആ സോള് കണക്റ്റഡും അല്ല, ഹാപ്പിയാണ്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. മുകേഷ് കാക്കക്കുയിലിനകത്ത് പറയുമല്ലോ, നീ ഒന്നും ഒരു കാലത്തിന് രക്ഷപ്പെടത്തില്ലടാ, പിന്നെ അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാമെന്ന്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതിന് റൂഹി ജാൻ വന്ന് പറയണമെന്നോ കൊല്ലം സുധി വന്ന് പറയണമെന്നൊന്നുമില്ല. നമുക്കറിയാം രേണു ചെയ്ത പല പ്രവൃത്തികളിലും കൊല്ലം സുധി ഹാപ്പി അല്ലായിരുന്നു, സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു എന്നുള്ളത്. ആ സോള് അവരുടെ കൂടെ മാത്രമേ ഉള്ളൂ, കിച്ചുവിന്റെ കൂടെയും ഋതപ്പന്റെ കൂടെയും മാത്രം. ഓക്കെ, അപ്പം സോളിന് വേദനിപ്പിക്കാന്നൊക്കെ പറയുന്നത് ജനങ്ങൾ വിചാരിക്കും മരിച്ചാള് പോയില്ലേ, മരിച്ചാൾക്കാർ പോയില്ലേ, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പൈസക്ക് വേണ്ടിയും എല്ലാത്തിനും വേണ്ടിയും ഒന്ന് സൂചിച്ചേക്കാം എന്നൊക്കെ വിചാരിക്കും. സുധി is not happy. ഓക്കെ, ഇതാണ് ഇത് തുടങ്ങിയ സാധനം. അതിനുശേഷം ഈ റൂഹി ജാൻ വന്നിട്ട് മറ്റു കുറേ വീഡിയോസ് ഇട്ടു. മറ്റു കുറേ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമകളിൽ കാണിക്കുന്ന ഭയപ്പെടുത്തുന്ന രക്തരക്ഷസിനെ പോലെ, മീൻസ് അങ്ങനെ നമ്മളെ പേടിപ്പെടുത്തുന്ന പോലെ ആ വീഡിയോ ഇട്ട്. ഇത് കണ്ടിട്ട് പേടിച്ച് കിട്ടുകിട്ടാ വിറയ്ക്കാൻ തുടങ്ങി നമ്മളെല്ലാം. ഈ സോള് വന്ന് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് പല മതവിശ്വാസത്തിലും പല തരത്തിലാണ് ഈ സോളിനെ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും മാറിപ്പോകുന്ന ആത്മാവിനെ അഭിസംബോധന ചെയ്യുന്നത്. ആൾക്കാരൊക്കെ പറഞ്ഞു വെച്ച് ഞാൻ തിരുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ സോളെന്ന കോൺസെപ്റ്റ് പല കാസ്റ്റിലും ഉള്ളത്. ഈ കാസ്റ്റ് വെച്ചിട്ടാണ് പല ആൾക്കാരും ഇത് വിശ്വസിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. എനിക്കിതിനകത്ത് വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷേ ഞാൻ അതിനെ എതിർക്കുന്നുമില്ല കേട്ടോ. ഫോൺ താഴെ. ഓക്കെ, നമുക്കപ്പോൾ പുള്ളിക്കാരിക്ക് പറയാനുള്ളത് ബാക്കി കേൾക്കാം. ബാക്കിയാണ് മെയിൻ പരിപാടി. ബിഷപ്പ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. രേണു ബിഷപ്പിന്റെ നേരെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും ബിഷപ്പ് forgive ചെയ്തത് is a great thing because you are a bishop, you have to do that. ദാ പറഞ്ഞത് ന്യായം. ഈ ബിഷപ്പ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് പുള്ളിക്കാരന് പോലും അറിയത്തില്ല. എനിക്കൊന്ന് പുള്ളിക്കാരൻ്റെ എന്തോ എവിടെ ഒരു തകരാറ് പോലെ ഫീൽ ചെയ്യുന്നു. ആദ്യം രേണുവിൻ്റെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. രേണു കിടിലം സൂപ്പർ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പറയുന്നു. അതിനുശേഷം രേണുവിൻ്റെ ഭാഗത്തു നിന്നും ഇദ്ദേഹത്തിനെ വിഷപ്പാമ്പ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ വന്നിട്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് രേണുവും തങ്കച്ചനുമാണ് കാരണം, അവർ അഴുക്ക പിള്ളേരാണ് എന്ന് പറഞ്ഞ് പറയുന്നു. അതിനുശേഷം വീണ്ടും രേണുവായിട്ട് അനുരഞ്ജനപ്പെടുന്നു.
അന്നേരം വീണ്ടും കഥ മാറിയിട്ട് വേറെ പോലെ പറയുന്നു. ഇപ്പോൾ വീണ്ടും രേണുവിനോട് എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി. നിങ്ങൾ പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കുമോ, കോംപ്ലിമെൻറ്റ്സ് ആക്കാതൊക്കെ ഇരിക്കുക. ബിഷപ്പ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഡിവൈനായിട്ട് നമ്മൾ കാണുന്നൊരു വ്യക്തിത്വമാണ്. ഈ പുള്ളിക്കാരൻ, ഈ ബിഷപ്പ് അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, മക്കളെ നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് അവരോട് ക്ഷമിക്കണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ആളുകളാണ്. എന്നിട്ട് ഈ പുള്ളിക്കാരൻ ഒരാളുമായിട്ട് സെറ്റാകുമ്പോൾ അടുത്ത ആളെ കുറ്റം പറയും, അടുത്ത ആളുമായിട്ട് സെറ്റാകുമ്പോൾ മറ്റൊരാളുമായിട്ട് കുറ്റം പറയും. ചേച്ചിമാരെന്നോട് ക്ഷമിക്കണം കേട്ടോ, അയൽക്കൂട്ടത്തിൽ പോലും ഇമ്മാതിരി കൂറ തമ്മിത്തല്ല് പരിപാടികൾ നമുക്ക് കണ്ടിട്ടില്ല. അമ്മാതിരി പരിപാടിയാണ് ഈ ബിഷപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബിഷപ്പ് ഒരു സമയത്ത് ഈ സകലമായ യൂട്യൂബേഴ്സിനെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു തവണ ഞാൻ ദേവിൻ്റെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം രേണുവിൻ്റെ കുറ്റങ്ങൾ പറയുകയും രേണുവിൻ്റെ അവിടെ ഇവിടെയും കിടക്കുന്ന ക്ലിപ്പുകൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് ഇട്ട് തരികയും രേണുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ രേണുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ ഇറങ്ങും, മറ്റേ പഞ്ചാബീസ് പറയുന്നില്ല, കടപ്പുറം ഇളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. ആ ഒരു സെറ്റപ്പിലേക്കാണ് ബിഷപ്പ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ ഒരു രോഗിക്ക് ഡോക്ടറിനെ കൊണ്ട് ആവശ്യമുള്ളത്, അല്ലാതെ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നവന് ഡോക്ടറിനെ വേണ്ടല്ലോ. അതേപോലെ പാപം ചെയ്യുന്നവനും തെറ്റായ വഴിയിലൂടെ പോകുന്നവനുമാണ് പള്ളിയിലച്ഛനെ കൊണ്ടും പാസ്റ്റർമാരെ കൊണ്ടും പുരോഹിതന്മാരെ കൊണ്ടൊക്കെ കാര്യം. പക്ഷേ ബിഷപ്പ് പറയുന്നതന്നെ, കിച്ചു അന്ന് ചെയ്ത പരിപാടി നമുക്കറിയാം, കള്ളച്ചറക്ക, നീ സൂക്ഷിച്ചോ, നിനക്കാണ് ഇവിടെ ഒരു മുറി വന്നിട്ടുണ്ട്, വേണം നീ ആ മുറി കയറി കിടന്നു, രേണുവിനെ തൊട്ടാണ്ടല്ലോ കടപ്പുറളകും എന്നുള്ള സ്റ്റാൻഡിലേക്ക് വന്നു. അതിന് മുമ്പ് സമയത്ത് രേണുവും അപ്പനും ഒക്കെ എന്തിനാണ് താമസിക്കുന്നത്? ഞാൻ കിച്ചുവിനും ഋതുപ്പിനും കൊടുത്ത വീടല്ലേ അത്. എൻ്റെ ബിഷപ്പെ, നിങ്ങൾക്കൊരു നിലവാരം പോട്ട്. നമുക്ക് ഇവർ പറയുന്ന ബാക്കി കേൾക്കാം. ചെയ്തു. But why did you go behind കിച്ചു? കിച്ചുവിന്റെ പിറകെ എന്തിനാ പോകുന്നേ? കിച്ചുവിന്റെ പിറകെ ബിഷപ്പ് എന്തിനാ പോകുന്നേ? I want to get that answer. Why? ഇത് ഞാൻ പറഞ്ഞുതരാം. കിച്ചുവിൻ്റെ പുറകെ ബിഷപ്പ് എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ, രേണുവായിട്ട് പുള്ളിക്കാരൻ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി. അങ്ങനെ കോംപ്ലിമെൻറ്റ്സ് ആക്കിയപ്പോൾ രേണു കുറേ കാര്യങ്ങൾ പറഞ്ഞു. കിച്ചു അഴുക്ക ചെറുക്കനാണ്, അവൻ ഡ്രഗ്സ് അടിക്കും, അവൻ പഞ്ചാബ് തീർന്നിട്ടുണ്ടവൻ, അവനുണ്ടല്ലോ അവൻ പെണ്ണുപിടിയനവൻ എന്നൊക്കെ രേണുവിൻ്റെ കുടുംബം പറഞ്ഞിട്ടുണ്ടാവാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ബിഷപ്പ് എന്തുവാ, ആരെങ്കിലും പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ കണ്ണും പൂട്ടി വിശ്വസിക്കും. വിശ്വസിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കിച്ചുവിനെ കുറ്റം പറയുന്നത്. എന്നാൽ കിച്ചുവിനെ വിളിച്ച് ഇത് തിരക്കുകയോ അവൻ തെറ്റായ മാർഗത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ അതിനെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ബിഷപ്പിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് എഫേർട്ട് ഇട്ടു എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒരു സാധാരണ പൗരൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ വന്നിരുന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് നമ്മൾക്ക് അംഗീകരിക്കാം. പള്ളിയിൽ പല ആളുകൾക്കും ഉപദേശങ്ങൾ നൽകുന്ന ഒരാളാണ് ഈ ബിഷപ്പ്. എന്നിട്ട് ബിഷപ്പ് വന്നിട്ട് അവിടെ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി, വീണ്ടും സോറി കേട്ടോ, കുടുംബശ്രീ പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടം. You proved very clearly, you proved very well that you don't deserve to be bishop anymore. Okay? ഇനി ആ പൊസിഷനിൽ ഇരിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല ബിഷപ്പ്. I don't think you will sit more in that position again. ഭീഷണിയാണോ? ഭീഷണിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, തമാശ നമുക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എന്താണ് ഈ സാധനം ഇങ്ങനെ അവതരിപ്പിക്കുന്നത്? ബിഷപ്പ് നിങ്ങൾ മനുഷ്യനെ കാണുമ്പോൾ പേടിയാവത്തില്ലയോ? കറക്റ്റായിട്ടിരുന്നു ക്യൂട്ടായിട്ട് അവതരിപ്പിക്കൂ. നമുക്ക് ഈ ക്യൂട്ടായിട്ട് കാണാനല്ലേ ഇഷ്ടം. നമ്മളെന്തിനാണ് ഈ വെല്ലുവിളി, മറ്റേ ചീത്ത വിളി, ദേഷ്യം? അതൊന്നും വേണ്ട. നമ്മൾ ഫുൾ ഫൺ മൂഡായിരിക്കണം. ഇതൊക്കെ ഒരു തമാശയായിട്ട് ഇത് ഇവരുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് പേടിയായത്. ഇത് എന്തെന്നത് സിനിമയിലൊക്കെ കാണുന്ന മറ്റേ ഒരു തന്നെ ഭീഷണിപ്പെടുത്തുന്ന സാധനം പോലെ, അല്ലെങ്കിൽ മറ്റൊരു ആത്മാവിനെ ശരീരത്തിലേക്ക് ആവാഹിച്ചത്, അങ്ങനെയൊന്നും വേണ്ട. കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ബിഷപ്പിന് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവും. ഇത് സത്യമായിട്ട് നീ പേടിയാന്ന് കേട്ടോ, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. പാവം കുട്ടികൾ കാണുമ്പോൾ പേടിക്കൂലേ, എന്നെ പോലെ പിഞ്ച് ഹൃദയമുള്ളവർ. ഈ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് ബിഷപ്പ് പോസ്റ്റ് പറ്റില്ല. You are working like a normal person. You are talking like a normal human, normal person. Huh? What do you think? Inganaka cheyidumbo inganaka parayumbom God will support you? Never. God will be there with you? Never. You're giving pain for the souls. Oh, in your belief there is no souls, right? I believe too. You know who I am? Very soon you'll come to know. നിനക്ക് ഞാൻ ആരാണെന്നറിയാമോ?
അധികം താമസിക്കാതെ ഞാൻ ആരാണെന്ന് തനിക്കറിയത്തില്ല, അതല്ല സംഭവം. അപ്പോൾ ഞാൻ ആരാണെന്ന് അറിയുമെന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിയുടെ സ്വരമാണ് എനിക്കിതിനകത്ത് കണ്ടിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ബിഷപ്പ് ചെയ്തത് പോലെ നമ്മളെന്തിനാ ഭീഷണിപ്പെടുത്തുന്നേ? എൻ്റെ പൊന്നച്ച, തങ്കച്ച, പുന്നാരച്ച, ഇതൊക്കെയാണ് പരിപാടി. ഇങ്ങനെയല്ലേ ഇത് സത്യമായിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല ഈ സാധനം എന്നാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബിഷപ്പ് ഒരു നോർമൽ ഇതേപോലെയാണ് ഈ മീൻസ് ആൾക്കാരെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നു നിങ്ങളുടെ ഇതിൽ സോൾ ഇല്ലല്ലേന്ന്. അപ്പോൾ സോള്, ആത്മാവ് ക്രിസ്തീയ മതത്തിൽ പല തരങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ചില വിശ്വാസങ്ങളിലുള്ളവർക്ക് ഈ ആത്മാവ് അങ്ങനെ ഒരു സാധനം, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സാധനമാണ് ഇല്ലാത്തത്. സോൾ എന്ന് പറയുന്ന സാധനമുണ്ട്. മനുഷ്യനിൽ നിന്ന് വേർപെട്ട് ക്രിസ്തീയ മതത്തിൽ മനുഷ്യനിൽ നിന്ന് വേർപെട്ട് ഈ സോള് എടുക്കപ്പെടും. അതിനുശേഷം ന്യായവിധി ദിവസം ഇതിനെ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് അവർ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികൾ നോക്കിയിട്ട് ഇതാകും. പക്ഷേ ഈ സോളിന് ഇവിടെ വിട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരെ നേരെ സ്ഥലം വിടും, ലോകത്തിൽ നിൽക്കാൻ പറ്റൂല. ഇതാണ് നമ്മുടെ വിശ്വാസം. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സാധനത്തിനാണ്, ഹോളി സ്പിരിറ്റിനെയാണ് ചില ആൾക്കാരുണ്ടെന്നും ചില ആൾക്കാരില്ലെന്നും, ഉണ്ടത്രയും ഇല്ലത്രയും വിശ്വസിക്കുന്നത്. ഒരു ചെറിയ തിരുത്ത് പറയാൻ തോന്നി കേട്ടോ. നമ്മളൊരു ക്രിസ്ത്യനാകുമ്പോൾ അത് എങ്കിലും പറഞ്ഞില്ലേ മോശമില്ലയോ? ആ ചാൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. യു ഹാവ് ടു സ്പീക്ക് എവറിഥിങ് വാട്ട് യു നോ, വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദുബായ്, വാട്ട് യു നോ അബൌട്ട് എല്ലാ കാര്യങ്ങളും റീനുവിന് അറിയുന്നത് പറയണം. ഇതുവരെ പറയാൻ തോന്നിയിട്ടില്ലല്ലോ. കരിഷ്മയാണോ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത്? യാ, വൺ ടൈം ഷീ സെഡ് മീ, കരിഷ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു, സാത്താൻ സേവ സംതിങ് ഷീ ഡസ്. അത് അവിടെ നിന്നും പോയി. ഒരാളിവിടെ ബിഷപ്പ്, ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ, പുള്ളിക്കാരൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് തിന്മയുടെ പാതയിൽ. അതായത് ഒരാളെ സംരക്ഷിക്കാനായിട്ട് മറ്റൊരാളെ പിച്ച് ചീന്താൻ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഒരാൾ സുധിയുടെ ആത്മാവ് വന്നെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. മറ്റൊരാൾ അവിടെ ബ്ലാക്ക് മാജിക്, ചാത്തൻ സേവ. ഇത് ഏത് യൂണിവേഴ്സ് ഇത്? ഇതെന്തോ നമ്മുടെ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഭൂമിയിലേക്ക് ഇറങ്ങി വരൂ. ഇതൊക്കെ ആഭിചാരവും അന്ധവിശ്വാസവും ഇതൊക്കെയാണ്. ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ പറയുന്ന കണ്ണും അതേപോലെ തന്നെ കൂടോത്രവും ഈ സാധനങ്ങളൊക്കെ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇമാതിരി സാമാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ദുഷ്ടശക്തി. ഇവിടെ യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തമ്മിലാണ്. ഇതിനകത്ത് ആരാ തിന്മ എന്നറിഞ്ഞാൽ മതി. ഡു എവറിത്തിങ് കരിഷ്മ. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചെയ്യും. യു വിൽ സീ. കരിഷ്മനും റേണുവിനോടുമാണ് ഞാൻ ഈ പറയുന്നത്. അറിയുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്ത് പറഞ്ഞു. അവര് പറയൂല, ചേച്ചി പറ. അവര് പറയൂലെന്ന് പറയാം. ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഫോർ എക്സാമ്പിൾ, ഒരു അസംഷൻ നിങ്ങൾ അസ്യൂം ചെയ്യുക, ഞാൻ ഒരു ഭയങ്കര ലഹരി മാഫിയയുടെ കൈ പോയി പെട്ടു എന്ന് കരുതുക. ചുമ്മാ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ അങ്ങനെ കരുതുക. ഞാൻ ലഹരി അടിക്കുന്ന ആളൊന്നുമല്ല. പല ആൾക്കാർ എൻ്റെ ചുണ്ട് കണ്ടിട്ട് URA എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അങ്ങനത്തെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ് മുതലായ ഹാബിറ്റ്സ് ഒന്നും എനിക്കില്ല. ചുമ്മാ വിചാരിക്കുക ഞാനൊരു ലഹരി മാഫിയയുടെ കെണിയിൽ പോയി പെട്ടു എന്ന് വിചാരിക്കുക. എനിക്ക് ഇതിനെക്കുറിച്ച് പുറത്ത് വരണമെന്ന് ചിന്തിച്ചാൽ പോലും അത് ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? ലവ്മാരി ചാമ്പിക്കളയും. അതുകൊണ്ട് അവർ പറയൂല. ജയിച്ച് പറ എന്താ സംഭവം എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നേരത്തെ പറയുന്നതാണ്, കുറെ കൊണ്ടുപോകില്ല ഇങ്ങനെ. Bishop, you are the one who disturbed me now. I was working and the workplace എനിക്ക് ഡിസ്റ്റർബൻസ് തന്നത് ബിഷപ്പാണ്. ഈ ഡിസ്റ്റർബൻസ് എനിക്ക് തന്നതിന് ബിഷപ്പ്, യു ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ വിൽ ലീവ് യു ഫ്രീ? ഇനി ആ പൊസിഷനിൽ ഇരുന്നിട്ട് എത്ര നാൾ പോകും നമുക്ക് കാണാം. ഭീഷണിയാണോ? അതെന്താ അങ്ങനൊരു പറച്ചില്? അതായത് ഇങ്ങനൊന്നും അല്ല കേട്ടോ. ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മറ്റൊരാളെ ഭീഷണിപ്പെടുത്തുന്നു, എന്നെ ഡിസ്റ്റർബ് ചെയ്തു എന്നൊക്കെ പറയുന്നു ബിഷപ്പ്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? എനിക്ക് ഈ ടെക്നോളജി മനസ്സിലായില്ല. ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് പിടികിട്ടിയില്ല. ഈ റൂഹിജാൻ പറയുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളായി ഭവിച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾക്കകത്തും ശരിയോ തെറ്റോ എന്തൊക്കെയോ ചില കാമ്പും കഴിയുമ്പോൾ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എന്നെ പേടിപ്പിക്കുന്ന പോലൊക്കെ. യു സീ ദാറ്റ് ആ പൊസിഷനിലിരിക്കുന്ന ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റി അതെന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത്. വൈ യു ടോക്കിംഗ് ലൈക്ക് എ ഹ്യൂമൻ, നോർമൽ ഹ്യൂമൻ ബീയിങ്? യു ഡോണ്ട് ഡിസേർവ് ദാറ്റ് എനിമോർ. ബിഗിന്നിങ്ങിൽ വെൻ യു വാസ് ടോക്കിംഗ് ടുവേർഡ്സ് റേണു, ആ ടൈമിൽ എനിക്ക് മനസ്സിലായതാണ്, ദിസ് ബിഷപ്പ് ഇസ് നോട്ട് ഹോളി. യു ആർ നോട്ട് ഹോളി.
എന്താ വിചാരിച്ചത്? എല്ലാവരും ഫാദറും ബിഷപ്പൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെവനിലെത്തുന്നു, ഗോഡിനെ കാണാൻ പറ്റുന്നു, ഗോഡിന്റെ പ്രസൻസ് കിട്ടുന്നു, ഇതൊക്കെയാണ് വിചാരിക്കുന്നത്? എല്ലാവരും ഹോളി ആണെന്നോ? നോ വേ മാൻ, നോ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അനുസരിച്ചിരിക്കും ഈ സ്വർഗവും നരകവും ഒക്കെ വിശ്വാസപ്രകാരമാണല്ലോ. മതപരമായിട്ടുള്ള കാര്യങ്ങൾ അകത്തേക്ക് വരുമ്പോഴാണ് സ്വർഗവും നരകവും വരുന്നത്. അവിശ്വാസികൾക്ക് എന്തോന്ന് സ്വർഗം, എന്തോന്ന് നരകം. അപ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പള്ളിയിലച്ഛനായതുകൊണ്ടോ ബിഷപ്പായതുകൊണ്ടോ പോകണമെന്നൊന്നുമില്ല. നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ അനുസരിച്ചിട്ട് വേണം പോകാനായിട്ട്. ബേസിക്കലി ക്രിസ്ത്യൻ ഇത് പ്രകാരം 10 കൽപ്പനകളുണ്ട്. ഇതൊക്കെ പാലിച്ചിവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു ഹോപ്പുണ്ട്. പക്ഷെ അത് വലിയ പാടാട്ടോ. എനിക്ക് തോന്നുന്നു നരകത്തിൽ ഭയങ്കര കുത്തൊഴുക്കും, സ്വർഗത്തിൽ മഷിയിട്ട് നോക്കേണ്ട അവസ്ഥ വരുമായിരിക്കും. ഇപ്പോൾ ബിഷപ്പ് ഇവർ പറഞ്ഞതിനകത്ത് ഒരു കാര്യം വളരെ കറക്റ്റാണ്. ബിഷപ്പ് ഒരു സാധാരണ വ്യക്തി എങ്ങനെ പെരുമാറുന്നോ, അല്ലെങ്കിൽ കുശുമ്പും കുന്നായ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിപ്പിടിപ്പിരും ഒക്കെ ആയിട്ടൊരു വ്യക്തി എങ്ങനെ പെരുമാറുന്നോ അതേപോലെ തന്നെയാണ് ബിഷപ്പിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളി അപ്പം കാണുന്നവനെ നീ ചെയ്തത് ശരിയാണ് അല്ലെ നീ ചെയ്തത് തെറ്റാണെന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ പുള്ളിക്കൊരു വ്യക്തിനിഷ്ഠമായ നിലപാടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പം തോന്നുന്നില്ല, അന്നൊക്കെ എനിക്ക് പിന്നെയും തോന്നുന്നുണ്ടായിരുന്നു. ഋതപ്പന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് ടു ലിവ് വിത്ത് യുവർ സൺ, രേണു, ചേഞ്ച് യുവർസെൽഫ്. തോന്നുന്നുണ്ടോ? ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ചേഞ്ച് ചെയ്യുമെന്ന്? അങ്ങനെ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ എന്നേ ചേഞ്ച് ചെയ്ത് തന്നെ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി വേണേൽ 2 ഡ്രസ്സ് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ റീലിൻ്റെ ഒരു സ്റ്റൈലിങ് ചേഞ്ച് ചെയ്യും. അല്ലാതെ സ്വഭാവത്തിലൊന്നും ഒരു മനുഷ്യൻ്റെ ബേസിക് നേച്ചർ എങ്ങനെ മാറ്റാൻ പറ്റും? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? കുറച്ച് നാൾ മൂടി വെക്കാനേ പറ്റൂ. അപ്പോൾ ഒരു പക്ഷേ മാനസാന്തരപ്പെട്ട് നേർവഴിയിലേക്ക് അവർ വരുന്നെങ്കിൽ വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അല്ലാതെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. You have to change yourself. പറയാനുള്ളതെല്ലാം പറ. കരിഷ്മയാണ് വായ പൂട്ടിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും തീർക്കും. എല്ലാത്തിനും തീർക്കും എന്നൊക്കെ പറയുന്നു. അതെന്നെ അങ്ങനെ ഒരു ടോക്ക്? അത് ശരിയല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാന്നേ. ഇതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് മാറും കേട്ടോ. ഇങ്ങനത്തെ ഉള്ള എല്ലാത്തിനും തീർക്കും എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ? കേട്ടല്ലോ? നോട്ട് ഓൺലി യു രേണു കാണും ബിഷപ്പിന് എന്ത് സംഭവിക്കുന്നു, കരിഷ്മയ്ക്ക് എന്ത് സംഭവിക്കുന്നു, എല്ലാം ഞാൻ രേണുവിനെ കാണിച്ചുതരാം. ഓക്കെ രേണു? എന്നിട്ട് രേണു വാ തുറക്ക്. ഐ വിൽ ഗിവ് യു ടൈം ടിൽ ദെൻ. രേണു, ബിഷപ്പ് ഇസ് എ ബിഷപ്പ്. ആരെന്ത് പറഞ്ഞാലും ബിഷപ്പിനൊന്നും ആവില്ല. രേണു, എനിക്ക് കണ്ട് പേടിയാന്ന്. ഇതൊന്നും വേണ്ട, ഇത്രേ ഉള്ളൂ സംഭവം. ഇവരോട് സുധിയുടെ ആത്മാവ് ഇവരോട് സംസാരിച്ചു. സുധിയുടെ ആത്മാവ് അവരുടെ സംതൃപ്തമല്ല, സാറ്റിസ്ഫൈഡ് അല്ല. സുധിയുടെ ആത്മാവ് കിച്ചുവിൻ്റെ ഋതപ്പൻ്റെയും കൂടെയാണ്. രേണു ചെയ്യുന്ന പല പ്രവർത്തനങ്ങളിലും പുള്ളിക്കാരൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇതാണ് ഇവർ റൂഹിജാൻ അവർ വന്ന് ജനങ്ങളെ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യം, ബിഷപ്പ് ശരിയായിട്ടുള്ള ബിഷപ്പല്ല, നിങ്ങൾ ചെയ്യുന്നത് തെറ്റായ കാര്യമാണെന്നൊക്കെ പുള്ളിക്കാർ പറയുന്നു. സ്വാഭാവികം, നമുക്കറിയാവുന്ന കാര്യം. അങ്ങനെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവർ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലൈറ്റായിട്ട് രേണുവിലേക്കൊന്ന് പോയാലോ? നമുക്ക് ജസ്റ്റ് രേണുവിലേക്കൊന്ന് പോകാം. ഇപ്പോൾ കിച്ചുവിനെ കുറിച്ച് ഇവർ പറയുന്ന ഏറ്റവും വലിയ ആരോപണം, കിച്ചു പൈസ മേടിച്ചിട്ടുണ്ട്. ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോഴത്തേനും യവൻ പറഞ്ഞു ചെയ്തോ അന്ന് അമ്മ ഒരു വാക്ക് അമ്മയോട് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അമ്മ ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇനി അമ്മ തലപോലെയും ചെയ്യാതിരിക്കത്തില്ല എന്നാണ് അവർ വെച്ചൊരു ക്ലെയിം. ഇനി കിച്ചുവിനെ കുറിച്ച് കൊല്ലസുധിയുടെ ഒരു സുഹൃത്ത് പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. കിച്ചുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, കിച്ചുവിനെ അന്നേരം ആര് കാണുന്നു അവരാണ് കാര്യം. നമ്മൾ എത്ര സ്നേഹിച്ച് കൊണ്ടു കിടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബ്രോ വന്ന് പുള്ളിക്കാരനെ കൊണ്ടുവന്ന ഒരു ചിക്കൻസിൽ കൊണ്ട് ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് കൊണ്ടു കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാര്യമില്ല, ബ്രോയാണ്. അതാണ് കിച്ചുവിന്റെ ഒരു ലൈൻ. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? കിച്ചു അങ്ങനെ ഒരു ലൈനിലേക്ക് പോയത് എന്തുകൊണ്ടായിരിക്കും? ആദ്യം കല്യാണം കഴിച്ചു, ഒരാളെ അമ്മയായിട്ട് കാണുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഇതല്ല അമ്മ മോനെ ഇതാണമ്മ എന്ന് പറഞ്ഞ് അടുത്ത അമ്മേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ അതല്ല മോനെ ഇതാണമ്മ എന്നും പറഞ്ഞ് മൂന്നാമതൊരു അമ്മേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനകത്ത് ഏതമ്മയാണ് ശരിക്കുള്ള തങ്കമ്മ എന്ന് പുള്ളിക്കാരുടെ പോലും അറിയത്തില്ല. സോ കിച്ചുവിനങ്ങനെ അവരോട് സ്നേഹം തോന്നേണ്ടതായിട്ടൊരു സാധനം ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. സോ പുള്ളിക്കാരൻ കിച്ചുവിൻ്റെ ലൈഫ് സ്റ്റോറി അവതരിപ്പിച്ചത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകും. ആ ലൈഫ് സ്റ്റോറി
പറഞ്ഞ സമയത്ത് പുള്ളിക്കാരൻ അനുഭവിച്ച കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കിച്ചു ലൈഫിൽ അനുഭവിച്ച് വെച്ചിട്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കിച്ചു പല കാര്യങ്ങളും ചെയ്യുന്നത്. അതിനെ നമുക്ക് എങ്ങനെ തെറ്റു പറയാൻ പറ്റും? അയാളുടെ ലൈഫ് ഒരു സക്സസ്ഫുൾ ഹാപ്പി നോർമൽ പീപ്പിളിന് കിട്ടണ്ട, അല്ല മെജോറിറ്റി ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ളൊരു ജീവിതം അല്ലായിരുന്നു. അപ്പോൾ അവൻ നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അവൻ്റെ ലൈഫിൽ അങ്ങനെയാണ് അതായത്. അവനെ ഇപ്പോൾ ഈ പറയുന്ന അമ്മ അവനെ കറക്റ്റായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? ഇപ്പം ഈ പറയുന്ന അമ്മ രേണു അമ്മ, അതിലേക്ക് ഞാൻ വരാം കേട്ടോ, ബാക്കി കൂടെ കേട്ടിട്ട് അതിലേക്ക് വരാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കിച്ചന്റെ എന്താ വെച്ചാൽ അന്നേരം കാണുന്നവരതാണ് കിച്ചന് കാര്യം. അത് ആരായാലും ഇപ്പൊ വീണയുടെ കൂടെ നിന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്നൊക്കെ പറയുന്നത് വീണ എന്റെ അമ്മയെക്കാട്ടി മേളിലാണ്. അതുപോലെ തന്നെ രേണുവിനെ കുറിച്ച് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ബാക്കി കൂടുതൽ ഞാൻ കേൾപ്പിക്കുന്നില്ല. ഇനി അവരെ എല്ലാവരും കൂടി ഇതിനകത്തോട് നമുക്ക് പിടിച്ചു വലിച്ചിടണ്ട. അവരൊക്കെ പാവം മര്യാദയ്ക്ക് അവരുടെ ജീവിതം ജീവിച്ചു പോട്ടെ. ഇനി നമുക്ക് രേണുവിൻ്റെ ആത്മാർത്ഥ മിത്രമായിട്ടുള്ള ഇത് മൊത്തം തെറ്റുവാണല്ലോ, ജാസിയിലേക്ക് പോവാം. ജാസി പറയുന്നൊരു കാര്യം നമുക്ക് കേൾക്കാം കേട്ടോ. ഇത് ഒരുപാട് തവണ പറഞ്ഞാൽ എന്നാലും ഒന്നുകൂടെ കേൾക്കാം. ആ രേണു എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങളുടെ ഫ്രണ്ടാണ് രേണുവിൻ്റെ മാനേജർ കരിഷ്മാന്റെ വീട്ടിൽ ഞങ്ങൾ പല സമയങ്ങളിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് ഞങ്ങളൊക്കെ നിന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ കിച്ചു വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. രേണുസുതി പേയ്മെന്റ് അയച്ചു കൊടുക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അത് ഇല്ലാന്ന് പറഞ്ഞാൽ അത് മോശമാണ്. കാരണം അത് ഞാൻ കണ്ട വ്യക്തിയാണ്. രേണു ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എറിഞ്ഞാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം രേണു പൈസ അയച്ചു കൊടുക്കുന്നത് ജാസി കണ്ടിട്ടുണ്ട്, സജീന ബ്ലോഗ്സ് കണ്ടിട്ടുണ്ട്, ശ്രീതു കണ്ടിട്ടുണ്ട്, പിന്നാരാ ആരുണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. രേണുവിൻ്റെ കരിഷ്മ കണ്ടിട്ടുണ്ട്. രേണുവിൻ്റെ കൂടെ നിന്ന് എല്ലാവരെയും രേണു കാണിച്ചിട്ടുണ്ട് എന്നു പൈസ അയച്ചു കൊടുത്തിട്ടുള്ള കാര്യം. മുൻ സമയങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ മീഡിയാസിന് മുമ്പ് വെച്ച് തന്നെ രേണു മനെ കിച്ചു നോക്കിട്ടോ ഇനിയും എന്നൊക്കെ പറഞ്ഞിട്ട് രേണു ഇത് ഹൈപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളെൻ്റെ ഭയങ്കര അടുത്ത ഫ്രണ്ടാന്ന് വിചാരിക്കുക. നിങ്ങളെൻ്റെ കൂടെ നിൽപ്പുണ്ട്. ഞാൻ എൻ്റെ മോന് പൈസ അയച്ചു കൊടുക്കുക. എനിക്ക് മോനൊന്നും ഇല്ല കേട്ടോ. മോന് പൈസ അയച്ചു കൊടുക്കുമ്പോഴത്തേനും മോന് പൈസ അയച്ചു കൊടുക്കുക എന്നാണോ പറഞ്ഞേ? അതോ അവൻ എപ്പോൾ നോക്കിയാലും പൈസ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക? ഇത് രണ്ടും അവരോട് അവതരിപ്പിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ ചുറ്റുമുള്ള എല്ലാവരിലേക്കും രേണു കിച്ചുവിനൊരു നെഗറ്റീവ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എന്നെ വിളിക്കുന്നത്, അവന് പൈസ മാത്രം മതി എന്നൊരു സാധനം രേണു എല്ലാവരിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലേ? കൊടുത്തിട്ടുണ്ട്. അതാണ് സംഭവം. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളുമില്ല. ഇപ്പോൾ ബിഷപ്പ് ചെയ്യുന്ന എന്താ? രേണുവിനെ ന്യായീകരിച്ച് കിച്ചുവിനെ സൈബർ ലോകത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നേരത്തെ ഇതെന്താ? കിച്ചുവിനെ അനുകൂലിച്ച് രേണുവിനെ സൈബർ ലോകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അച്ഛനായിപ്പോയി. അതെനിക്കല്ല, പക്ഷേ രേണുസുതി ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേയിൽ ക്യാഷ് കൊടുക്കുന്നത് വളരെ വ്യക്തമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. രേണുസുതി കാശ് കൊടുക്കുന്നത് വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രേണു വേറൊരു സാധനം ചെയ്യുന്നുണ്ട്. സഹതാപ തരംഗം പിടിക്കാനായിട്ട് രേണു ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. രേണുവിനെ നെഗറ്റീവ് പറഞ്ഞവരെ കൊണ്ടെല്ലാം രേണു പോസിറ്റീവ് പറയിച്ചുകൊണ്ടിരിക്കുകയാണ്, നിർബന്ധപൂർവ്വം പറയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രേണുവിൻ്റെ ആ ഒരു മാസ്റ്റർ പ്ലാനിലെ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ബിഷപ്പ്. നമ്മൾ രേണുവിനെ വളരെയധികം നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്ത ആളാണ് ബിഗ് ബോസിൽ നിന്ന സമയത്ത് നമ്മുടെ പാട്ടുകാരൻ നമ്മുടെ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് ഇപ്പോഴും രേണുവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അക്ബറിനോട് രേണു ഒരു കാര്യം പറഞ്ഞു, അതൊന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം തന്നെ രേണു വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണു വെച്ചിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അക്ബർ എനിക്ക് ഒരു പാട്ട് പാടിത്തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി ഏത് പാട്ടാണ് കേട്ടത് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു രാപ്പാടി എന്ന് പറയുന്ന പാട്ട്, ആകാശത്തോത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് കുറച്ചുകൂടെ രാപ്പാടി പക്ഷിക്കൂട്ടൻ കയറും കൂട്ടിൽ നിന്നും വളിത്തിലിങ്ങി, ആ പാട്ടല്ല കേട്ടോ, വേറെ പാട്ട്, സാഡ് പാട്ട്, ആയിട്ടൊരു പാട്ട് പാടി. ചേച്ചി ഇപ്പോൾ ഹെൽത്ത് ഓക്കെ അല്ലല്ലോ, അപ്പോൾ ഇത് കേട്ട് നീ സങ്കടമാവുമല്ലോ, സങ്കടപ്പാട്ടല്ലേ വേണ്ടത്, അതെൻ്റെ ഫേവറേറ്റ് സോങ്ങാണ്, നീ തന്നെ പാടിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി പാടുകയാണ്. ചേച്ചി കൊളാബ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറ്റിങ്ങ കൊളാബ് ചെയ്യാൻ. അപ്പോൾ ചേച്ചി കൊളാബ് ചെയ്യാണ്. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ, ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു. അത് സാഡ് സോങ് ആണ്, വേറെ പാടാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ആ പാട്ട് തന്നെ മതി. പാടിയാൽ മാത്രം പോരാ, മോൻ എനിക്കത് കൊളാബ് പിടിക്കണം. പുള്ളിക്കാരി ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്ക് ചെയ്യാൻ പലപ്പോഴായി ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് തെറ്റൊന്നുമല്ല കേട്ടോ, നമ്മൾ തെറ്റായിട്ടൊന്നും പറയുന്നല്ല. അങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ പുള്ളിക്കാരുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്, നല്ലതാണ്, അങ്ങനെ ചെയ്തോട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ചേച്ചി തിരിച്ചു വരണം. ചേച്ചിക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. വിണ്ണിലെ പൊൻതാരകളോരമ്മ പെറ്റോരുണ്ണികൾ. എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? പ്രശ്നം തോന്നുന്നവർക്ക് തോന്നട്ടെ, പ്രശ്നം തോന്നാത്തവർക്ക് തോന്നണ്ട. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ രേണു ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ.
അപ്പോൾ ഇതിനകത്തു നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രേണുവിന് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാനായിട്ട് പല ടെക്നിക്കുകളും രേണുവും പയറ്റുന്നുണ്ട്. അത് ഒരുപാട് ആൾക്കാർ മാനിപ്പുലേറ്റ് ആകുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വളരെ ബുദ്ധിപൂർവമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാം നന്മയ്ക്കായി വരട്ടെ. അവരിപ്പോൾ നിലവിൽ ഒരു അസുഖവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മല്ലിട്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രശ്നം ഇവർ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് ഇവർ അനുഭവിക്കുന്ന പെയിനാണ് കൂടുതലും പറയുന്നത്. കഴിഞ്ഞ ദിവസം അച്ഛനും പറയുന്നുണ്ടായിരുന്നു അവരൊത്തിരി പെയിൻ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയനാട്ടോ, രേണു പെയിൻ അല്ല കൊടുക്കേണ്ടത്, രേണു ഒരു സർവൈവർ ആണെന്നുള്ളതാണ് കാണിക്കേണ്ടത്. നാളെ ദിവസങ്ങളിൽ ഈ അസുഖവും ആയിട്ട് ഒരു കഷ്ടപ്പെടുന്ന ഒരാൾക്ക് രേണുവിനെ കണ്ട് മോട്ടിവേഷൻ ആവണം, അല്ലാതെ രേണു ചെയ്യുന്നുണ്ട് പേടിക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഇപ്പോൾ കിച്ചുവിനെ ചെളിവാരി എറിയാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്, രേണുവിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രേണുവിനെ വെളുപ്പിക്കുന്നുണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. രേണുവിനെ വെളുപ്പിക്കുമ്പോൾ വെറുതെ അപ്പുറത്തിരിക്കുന്നൊരുത്തനെ കരിവാരിത്തേക്കില്ല. അവനിപ്പോൾ മര്യാദയ്ക്ക് 3-4 ചോക്ലേറ്റും വെച്ചിട്ട് തിന്നിട്ട് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടായി തരാൻ 200 രൂപ തരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക. അവൻ്റെ വഴിക്ക് വിട്, വെയിലിൽ പോട്ടെ. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലീഗലി ചെയ്യാൻ ശിക്ഷിക്കാൻ പറ്റുന്ന പ്രശ്നമാണ് നിങ്ങൾ ലീഗലി പോകുക, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ചെളിവാരി അറിയാതെ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തു. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.